അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു ഹുവായിൻ്റെ ഒരു മോഡലാണ് Y3 2017 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൽ ബാക്ക് ലൈറ്റ് ആണ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം പവർ സപ്ലൈ മീറ്റർ. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈയിൽ കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 23 ഓട്ടോമാറ്റിക് എടുക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ബോർഡ് വർക്കിംഗ് ആണ്, കംപ്ലീറ്റ് ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും കാണില്ല, ഫോൺ വൈബ്രേഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ആംബിയർ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ടോർച്ചോ കാര്യങ്ങളോ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഉള്ളിൽ വർക്ക് ചെയ്യണ കാണാൻ പറ്റുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബോർഡ് എന്താ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, ബോർഡ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇതാണ് ഡിസ്പ്ലേ കൗണ്ടറിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പൊട്ടിയിട്ടൊന്നുമില്ല. ടച്ച് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതെന്ത് ചെയ്യാം, ഡയഗ്രാം വെച്ചിട്ട് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേ കൗണ്ടറിൽ ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷൻസിൽ വാല്യൂസ് കാര്യങ്ങൾ എന്താ കാണിക്കുന്നതെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ പോയി നോക്കാം. അപ്പോൾ ഇതാണ് Y3 2017 ഡയഗ്രാം. ഇതിലെ ഡിസ്പ്ലേ കൗണ്ടർ നമുക്കിവിടെ കാണാം. ഡിസ്പ്ലേ കൗണ്ടറിലെ ഈ മൂന്ന് കണക്ഷൻസാണ് നമുക്ക് വേണ്ടത്. ഇത് നേരെ ബാക്ക് ലൈറ്റ്, ആനോഡ് കണക്ഷന്, കാഥോഡ് കണക്ഷന്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്രൈവർ IC വരുന്ന ഒരു കൺട്രോളിങ് കണക്ഷൻ കൂടിയാണ്. മൂന്ന് കണക്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മൂന്ന് കണക്ഷൻസിൽ നമുക്ക് വാല്യൂസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാം. പിന്നെ നേരെ പോകുന്നത് നമുക്കിവിടെ ലൈറ്റ് സെക്ഷൻ കാണാം, ലൈറ്റ് സെക്ഷനിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, മദർ ബോർഡിൽ ഈ കണക്ടറിൽ വാല്യൂ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. മൈക്രോസ്കോപ്പ് എടുത്തിട്ടുണ്ട്. മൈക്രോസ്കോപ്പിൽ നമുക്ക് ബോർഡൊന്ന് കറക്റ്റ് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പിന്നുകളും ചെക്ക് ചെയ്യാം. അപ്പോൾ മൾട്ടിമീറ്ററോട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പിന്നെ ഇത് ശരിക്കും ആനോഡ് കണക്ഷനാണ്. ഇതിൽ നമുക്ക് ഷോർട്ടാണ് കിട്ടുന്നത്. അതൊരു കാഥോഡ് പൊതുവെ നമുക്ക് ഗ്രൗണ്ട് തന്നെയാണ് വരിക. ഇതിലും എന്ത് തന്നെയാണ്, ഗ്രൗണ്ടാണ്. അതേപോലെ തന്നെ പോസിറ്റീവ് കണക്ഷന് ഷോർട്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഏകദേശം ഒരു എത്രാമത്തെ കണക്ഷനാണ്, 2, 4, 6, 8, 11ാമത്തെ കിട്ടുന്നുണ്ട്. 2, 3, 4. ഇതാണ് നമ്മളെ ആ ഒരു കണക്ഷൻ. അതിൽ ഷോർട്ടോ കാര്യങ്ങളോ ഇല്ല, കറക്റ്റ് വാല്യൂ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കണക്ഷന്, ഈ തലക്കത്ത് വരുന്ന ഈ ഒരു കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാം. അതുപോലെ തന്നെ ആ ഒരു ട്രാക്കിലാണ് നമുക്ക് എന്ത് ഷോർട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആരാണ് ഷോർട്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിവിടെ ഒരു കപ്പാസിറ്റർ കാണുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു കപ്പാസിറ്റർ ഷോർട്ട് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്കിത് അടുത്തതായിട്ട് ഈ കണക്ഷൻസ് എങ്ങോട്ടാണ് പോകുന്നത് ഡയഗ്രാം വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആനോഡ് കണക്ഷനാണിത്. ആനോഡിലാണ് നമുക്ക് ഷോർട്ട് കാണുന്നത്. നേരെ പോയി നോക്കാം. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. ഈ ഒരു ബോർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഷീൽഡാണ് വരുന്നത്. ഷീൽഡ് റിമൂവ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. കണ്ടല്ലോ, ആ ഒരു ഹോളാണ് ഈ കാണുന്നത്. അതിന് ശേഷം നമുക്ക് ഷീൽഡാണ് വരുന്നത്. ആ ഒരു കപ്പാസിറ്ററാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷീൽഡ് എന്തായാലും റിമൂവ് ചെയ്യണം. ഷീൽഡ് റിമൂവ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആനോഡ് കണക്ഷൻ നേരെ വരുന്നത് വേറെ കമ്പൗണ്ട്സിലൊന്നും ഇവിടെ എവിടെയും തട്ടിയിട്ടില്ല. നേരെ വരുന്നത് ഇവിടെ ഈ ഒരു കപ്പാസിറ്ററിലും അതുപോലെ തന്നെ ഈ ഒരു ഡയോഡിലുമാണ്. അപ്പോൾ ഇത് രണ്ടും നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഷീൽഡ് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒന്നുകിൽ നമുക്ക് ഇതിലേക്ക് വോൾട്ടേജ് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
ഈ ഒരു പിന്നിലെ ഈ ഒരു പുറമേയുള്ള ഈ ഒരു കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് വെക്കാം. എന്നാൽ പിന്നെ കപ്പാസിറ്റർ ചിലപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഷീൽഡ് റിമൂവ് ചെയ്യാതെ കേസില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു കപ്പാസിറ്റർ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പിന്നിലെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ആ പിന്നിൽ ഷോർട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഷോർട്ട് എന്തായില്ല, പോയിട്ടില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഷീൽഡ് റിമൂവ് ചെയ്യണം. ഷീൽഡ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. ഈ ഒരു ഷീൽഡിനുള്ളിലാണ് നമുക്ക് നമ്മുടെ കമ്പോണൻസ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷീൽഡ് ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നോക്കേണ്ടത് ഈ ഒരു ലൈനാണ് നമുക്ക് ഷോർട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയോഡ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഡയോഡ് ഷോർട്ട് ആവാനുള്ള സാധ്യത ഉണ്ട്, അല്ല എങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഇവിടെ ഒരു കപ്പാസിറ്റർ കൂടി കാണുന്നുണ്ട്. കാരണം ലൈറ്റ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇൻജെക്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് കമ്പോണൻസേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് ചുമ്മാ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഡയോഡ് ഷോർട്ടാണ് എങ്കിൽ നിർബന്ധമായിട്ടും ആരും ഷോർട്ടായിരിക്കും, ഈ കോയിൽ ഷോർട്ടായിരിക്കും. കാരണം ഈ ഒരു വി ബാറ്റ് കോയിലിലൂടെ പാസ് ചെയ്യുന്ന വി ബാറ്റ് ലൈനാണ്. അപ്പോൾ വി ബാറ്റും എന്ത് ചെയ്യും, എന്തായാലും ഷോർട്ടാവും. അപ്പോൾ അത് ഐ സി കൂടിയാണ് വരിക. അതുപോലെ തന്നെ ഇവിടെ 2 കമ്പോണൻസ് ഉണ്ട്. ഇവിടെ ഷോർട്ട് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ സാധ്യത ഷോർട്ട് ആവാൻ ഈ ഒരു കപ്പാസിറ്റർ ആണെന്ന് തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. കാണിച്ചേക്കാം. ഓക്കെ, ഒരു കപ്പാസിറ്റർ കൂടി റിമൂവ് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്റർ ഞാൻ റിമൂവ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. കപ്പാസിറ്ററിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പ്രിൻ്റ് പോകും.
എന്നാലും കപ്പാസിറ്റർ ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് മൾട്ടിമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കാണുന്നില്ല. നമ്മൾ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു ഫസ്റ്റ് പ്രിന്റിലാണ് നമുക്ക് എന്തുണ്ടായിരുന്നത്, ഷോർട്ട് ഉണ്ടായിരുന്നത്. ജസ്റ്റ് നോക്കാം. ഉണ്ടല്ലോ, ഇപ്പോൾ അതിൽ ഷോർട്ട് കാണിക്കുന്നില്ല. വാല്യൂ കറക്റ്റ് വരുന്നുണ്ട്. ഏകദേശം 649 എന്ന ലെവലിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് പിന്നിൽ വാല്യൂ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് അവിടെ പോയിട്ട് ആ ഡയോഡിൽ എന്ത് ചെയ്യാമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡയോഡിൽ നോക്കുമ്പോഴും ആ ഒരു സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. 654 എന്ന വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോർഡിലെ ഷോർട്ട്, ലൈറ്റ് സെക്ഷൻ്റെ ഷോർട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു കപ്പാസിറ്റർ ഇട്ട് കൊടുക്കണം. ഏകദേശം ഇതേ സൈസുള്ള കപ്പാസിറ്റർ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു കണക്ടറിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളൊരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് സെയിം സൈസ് നോക്കി ഇട്ട് കൊടുത്താൽ മതി. ഇല്ല എങ്കിൽ ഈ ബോർഡിൻ്റെ ലൈഫ് വളരെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോണ് ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ട് ലൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ചില ബോർഡുകളിൽ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കപ്പാസിറ്റർ, ഇതാണല്ലോ ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത്, ഈ ഒരു കപ്പാസിറ്റർ ഇല്ല എങ്കിൽ ചില ബോർഡുകളിൽ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യൂല. അപ്പോൾ ഇതിലങ്ങനെ വർക്ക് ചെയ്യുമോ ഇല്ലെന്ന് നോക്കാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കപ്പാസിറ്റർ വേറെ കൊടുത്തിട്ട് നമുക്ക് വർക്കിംഗ് ആണോ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബോർഡൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്പ്ലേ മാത്രം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓൺ ആവുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പവർ സപ്ലൈ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു 23 ലെവലിൽ ആംബിയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ആംബിയർ എടുത്ത് പോയി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും ഇവിടെ ഷോർട്ട് ഉണ്ടായിരുന്നത് വി ബാറ്റിലല്ല, നമുക്കിവിടെ ലൈറ്റ് സെക്ഷനിൽ ആനോഡ് കണക്ഷനാണ് ഷോർട്ട് ഉണ്ടായിരുന്നത്, അതായത് പോസിറ്റീവ് കണക്ഷൻ. എന്നിട്ട് പോലും പവർ സപ്ലൈ മീറ്ററിൽ നമുക്ക് ലീക്കേജ് കാണിച്ചു. അപ്പോൾ നമ്മൾ കരുതുന്നത് വി ബാറ്റിലാണ് ലീക്കേജ് എന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു ശരിക്കും ലീക്കേജ് വന്ന സെക്കൻഡറി ലൈനായ അതിലാണ്, അതായത് ആനോഡ് കണക്ഷനിലാണ്. അപ്പോൾ ഇപ്പോൾ ആ ഷോർട്ട് പോയിട്ടുണ്ട്. നമുക്കിനി ബോർഡിൽ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഫോണ് ഓണായിട്ടുണ്ട്, പക്ഷേ ഡിസ്പ്ലേയിൽ ഒന്നും വരുന്നില്ല. നമുക്ക് നേരത്തെ അതേപോലെ തന്നെയാണ് കാണുന്നത്, ബാക്ക് ലൈറ്റ് വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യണം, ചില ബോർഡുകളിൽ ആ കപ്പാസിറ്റർ ഇട്ട് കൊടുത്താലേ ശരിക്ക് ലൈറ്റ് വർക്ക് ചെയ്യുള്ളൂ. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ആ ഒരു കണക്ഷനിൽ ഡിസ്പ്ലേയുടെ ആ ഒരു ലൈറ്റിൻ്റെ പ്രിൻറ്റിൽ വോൾട്ടേജ് ഉണ്ടോ എന്നുകൂടി നമുക്ക് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ വളരെ കുറഞ്ഞൊരു വോൾട്ടേജാണ് കാണിക്കുന്നത്, 1.50 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇതിൽ ഇനി ബാക്ക് ലൈറ്റ് IC അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പാസിറ്ററിൻ്റെ ആവശ്യം ഉണ്ടാവും. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ള വേറെ എന്തെങ്കിലും പാർട്സ് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ബോർഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കപ്പാസിറ്റർ വേറൊരു ബോർഡിൽ നിന്ന് സെയിം സൈസ് വരുന്ന ഒരു കപ്പാസിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോയിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ മാറ്റിയിട്ടും നമുക്ക് ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നീട് കോയിൽ മാറിയത്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് മിസ്സായിട്ടുണ്ട് ചേഞ്ച് ചെയ്തത്. അപ്പോൾ കോയിൽ ഏകദേശം അതേപോലെ തന്നെ വരുന്ന വേറെ ഒരു ബോർഡിൽ നിന്ന്
എടുത്തിട്ടതാണ്. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഇട്ടതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടല്ലോ കോയിൽ മാറ്റിയത് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഡിസ്പ്ലേ ഇട്ടതിന് ശേഷം എന്താണ് കണ്ടീഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേയുമായിട്ട്. അപ്പോൾ ഞാൻ ഓൺ ചെയ്യാണ്, കണ്ടല്ലോ ഓൺ ആയിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ ലൈറ്റ് വന്നു. അപ്പോൾ ഈ ഒരു ബോർഡിൽ 2 കംപ്ലൈൻറ്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന് LED പോസിറ്റീവ് കണക്ഷന് ഷോർട്ടായി, അപ്പോൾ അത് നമ്മൾ ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തതിലൂടെ ശരിയാക്കി. രണ്ടാമത് കോയിലായിരുന്നു ഡാമേജ്. പക്ഷേ നമ്മൾ കോയിലിൽ ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ കോയിലിൽ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കോയിലിൻ്റെ ഉള്ളിലുള്ള കോയിൽ, അതായത് കമ്പിച്ചുരുളുകൾ ഷോർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് കാണിക്കും. പക്ഷേ കോയിലിൻ്റെ വർക്കിംഗ് എന്താണോ അത് അവിടെ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ICയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, ഇതുപോലെ കോയിൽ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. കാരണം ഒരുപാട് ബോർഡുകൾ ഈ ഒരു കണ്ടീഷനിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.